ഹായ് ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ട്. എന്താന്ന് കാണിച്ചു തരാതാ. വലിയൊരു മടയ മുഷീനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ പുല്ലമ്പരലും ഉണ്ട് കേട്ടാ. തോടത്തെ മീനാന്ന്. അപ്പൊ അച്ഛൻ ഇന്നലെ ചൂണ്ടിയിട്ടിട്ട് പിടിച്ചോണ്ടെന്നാണ് കേട്ടാ. ഇന്നലെ കൊണ്ടുവരാൻ രാത്രിയായി പുഴയെന്നാ. പക്ഷെ ഈ മടയമൂശു ഈല് പറയുന്ന മീനാണത്. അത് തോട്ടിലും ഉണ്ടാവലുണ്ട് സാധാരണ. ഇന്നലെ രാത്രി അച്ഛൻ ചൂണ്ടിയിടാൻ പോയിട്ടുണ്ടായിനി. വരുമ്പോ കൊറേ ലേറ്റ് ആയിനി. അതുകൊണ്ട് അല്ലെങ്കിൽ എപ്പം രാത്രി കിട്ടിയാല് രാത്രി തന്നെ അതിനെ ശരിപ്പെടുത്തിയിട്ട് കറിയെല്ലാം ഉണ്ടാക്കലുണ്ട്. അപ്പൊ നല്ല കുരുമുളകലിട്ട് വറ്റിച്ച് വെച്ചാല് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിന്റെ ചൂടിയെല്ലാം കളഞ്ഞിട്ട് കല്ലുമ്മട്ടിട്ട് വരച്ചിട്ട് നല്ല വൃത്തിയാക്കി എടുക്കണം. ഇതിന്റെ തോലും വലിക്കണം. അപ്പൊ നമുക്ക് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കൊടുത്ത മീൻ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. നല്ല ഇഷ്ടമാണ്. ഒന്നിനെ വയല് വെള്ളം പറ്റില്ല. അപ്പൊ തോടുത്ത മീൻ ഇഷ്ടമുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണേ. അല്ലെങ്കിൽ ഇതെല്ലാം മിക്കവാറും അമ്മന്റെ മേക്കലം തേക്കും. അപ്പൊ വേഗം മുറിച്ചെടുക്ക. ബൈ ബൈ. അപ്പൊ നമ്മ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പുല്ലമ്പരലാണ് കേട്ടാ മുറിക്കുന്നത്. വെണ്ണീരിട്ടിട്ട് വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു വഴുവഴുപ്പ് ഉണ്ടാവും. നാളെ കടലിൽ നിന്ന് കിട്ടുന്ന മീനെ പോലെ അല്ല അമ്മ. മൂർച്ചില്ലേ കത്തിക്ക്? ഇന്ന് ചത്ത മീനായോണ്ട് അമ്മ ധൈര്യത്തിൽ മുറിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ 7 അയലത്തേക്ക് വരൂല. വലിയ പുല്ലനല്ല മേ. ഇത്രയും വലിയ പുല്ലാണ് ഞാൻ ഇതുവരെ കണ്ടിട്ട്. അല്ലെങ്കിൽ ചെറിയ ചൂട്ടാച്ചി എല്ലാം ഉണ്ടല്ലേ പുല്ലൻ പേരില്. കുറച്ച് വലുതാണ്. കളഞ്ഞിട്ട് ചൂട് കളഞ്ഞിട്ട് കല്ലുമുട്ട് വരച്ചിട്ട് വൃത്തിയാക്കണം അല്ലേ. ഇനിതാ നമ്മളെ വലിയ മടയമുശുവിനെ മുറിക്കണം. ഭയങ്കര പശാല അതിന്റെ മേല് വഴുവഴുപ്പന്നെ. അമ്മ മുറിക്കൂലേ? ഇവിടെ ക്യാറ്റ് ഫൈറ്റ് തുടങ്ങി കേട്ടാ. ആടെ ഒരു പൂച്ച വന്ന് നിൽക്കുന്നുണ്ട്. അതിനെ കണ്ടിട്ടാണ് നമ്മളെ സുബ്രു ഇങ്ങനത്തെ ഒച്ചയാക്കുന്നത്. മ്യാവ് മ്യാവ് മ്യാവാ. എന്തിനിങ്ങോട്ട് വന്നിനീന്ന്. ഇപ്പൊ വലിയൊരു ഫൈറ്റ് ശങ്കരനുമായിട്ട് കഴിഞ്ഞതേ ഇല്ലു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറൊരു പൂച്ച അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിനോടാന്ന് പറയുന്നു. എന്ന് സുബ്രു അത് പേടിച്ചിട്ട് തിരിഞ്ഞ് മെല്ലെ നടക്കുന്നുണ്ട് കേട്ടാ. മിക്കവാറും ഒരു ഫൈറ്റിന്റെ ചാൻസ് ഉണ്ട്. നോ നോ നോ. അപ്പൊ ഇതാ അമ്മ ഈ നമ്മളെ മടയമുശുവിന്റെ തോലെല്ലാം വലിക്കുന്നുണ്ട്. നല്ല ചുവപ്പ് കളറല്ല അമ്മ ഉള്ളില്. പൂച്ചേന്റെ ഫൈറ്റ് കണ്ടിട്ട് അമ്മ തോല് വലിക്കുന്നത് നോക്കാൻ പറ്റിട്ട്. പൂച്ച നോക്കറ പോരെ ഫൈറ്റാണ്. ക്യാറ്റ് ഫൈറ്റ് കേട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. തോല് വലിക്കാൻ കുറച്ച് പണിയാന്ന് കേട്ടാ. ഭയങ്കര ഉറപ്പാണ് ഇതിന്റെ തോലിന്. അപ്പൊ ദിവസം വെണ്ണീരൂടി ഇതിന്റെ ഈ ചെതമ്പല് ഇത് ചൂളി കളഞ്ഞിനെ. എന്നാലും ഇതെല്ലാം ഇങ്ങനെ കളയാൻ വേണ്ടി. തോല് വലിച്ച മീനാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഈ ചെതമ്പലുള്ള മീൻ മാത്രം ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ ആ മുടയിലൊന്ന് കളയാൻ വേണ്ടിട്ട്. കളഞ്ഞ് ഇതെല്ലാം വരച്ച് ഇതിന്റെ ചെതമ്പെല്ലാം ഇതിന്റെ ഈ മുടയിലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വൃത്തി കഴുകിയെടുക്കാം നമുക്ക്. നമുക്കിത്
ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. നമ്മൾ നല്ല വറ്റിച്ചതാണ് ആക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ നല്ല വൃത്തിയൊന്ന് കഴുകിയെടുത്തതിന് ശേഷം മുറിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു വെണ്ണീരും ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നില്ലടാ തലയെല്ലാം. എന്നിട്ട് ആദ്യം കഴിയുന്നിട വന്നിട്ട്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ല വൃത്തി കല്ലുപ്പലിട്ട് പേരക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വേകുമ്പോൾ ഇതിടാൻ പറ്റുള്ളൂ. ഇത് വേഗം വേകുന്ന ഒന്നാണ്. എന്താ വെച്ചാൽ ചെറിയ ഇത് പരല് മീനാണിത്, പുല്ലൻ പരല്. അപ്പോൾ ഇതിന് കുറച്ച് വേവ് അധികം ഉണ്ട്. അതെ, മടമൂസിന് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ആദ്യം ഒന്ന് പകുതി ഒരു വേവായതിന് ശേഷം നമുക്ക് പരല് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പുല്ലൻ പരല് വേറെ വേറെ വെച്ചാൽ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത, അങ്ങനെ വേറെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടല്ലോ. അതിനെ പൊരിക്കണം, ഇത് തന്നെ വെക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് കുറച്ച് കൂടുതലും വേണം കേട്ടോ. കുരുമുളകാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 1 ടീസ്പൂൺ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലേശം പുളിയിൽ കലക്കിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം പുളി വേണ്ടത്, ഇതിന് കുറച്ചേ വേണ്ടു. വേവുണ്ടാവും, കുറച്ച് വെള്ളയിലധികം വേണം. ഇനി കുരുമുളക് ഇതിൽ കുറവാണ്. ഇപ്പോൾ ലേശം കുരുമുളക് പൊടിച്ചിട്ട് ഇപ്പോൾ ഇതിൽ ആദ്യം ഇടണം. പൊടിച്ചത് കഴിഞ്ഞ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലേ. ഇപ്പോൾ മീൻ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ പരലിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം കുരുമുളക് ഇപ്പോൾ ഞാൻ ആദ്യം പൊടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നന്നായിട്ട് വെന്തിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി നനച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി. കുത്തിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളുത്തുള്ളി ഇടുന്നുണ്ടാ? വെളുത്തുള്ളി ഇട്ടാൽ അതെ, ലാസ്റ്റ് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി നനച്ച് കഴിഞ്ഞാൽ അടിപൊളി. അത് മാത്രം മതി. നല്ല കപ്പ വേവിച്ചതോ ചക്ക വേവിച്ചതെല്ലാം വേണമല്ലോ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചക്ക പറിച്ചിട്ടുമില്ല. അതെ, അപ്പം മീനെല്ലാം തോട്ടിലത്തെ മീനെല്ലാം അവിടെ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതെ. അപ്പം അതിൻ്റെ ഒപ്പം തിന്നാൻ ഒരു കപ്പ തിന്നാൻ വേണ്ടിയിട്ട് ഒരു വെറി മാട്ടുകപ്പ ആക്കാന്ന് വിചാരിച്ചാൽ പിന്നെ അത് പുതിർത്തിട്ട. അപ്പം നമ്മൾ കർക്കിടത്തിൽ കളക്കാന്ന് വെച്ച ഈ കൊല്ലത്തെ കപ്പയാണ്. ആദ്യം ഒന്ന് രസം ഉണ്ടായിട്ടേത് വേനൽക്കാലമായിട്ട്. ഇപ്പം മഴയുടെ കൊണ്ട് രസം ഉണ്ടാവും. നമുക്ക് 2 ഇന്ന് മാന്തി നോക്കാം. വാട്ടുകപ്പിയും തോട്ട് മീനും, വാട്ടുകപ്പിയും ആറ്റ് മീനും അത് ആക്കാതാന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ കപ്പ പുതിർത്തിട്ടെല്ലാം ആകുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കും. ഇതാകുമ്പോൾ വേഗം കളച്ചിട്ട് ആക്കാല. അതുകൊണ്ട് ഇന്ന് തോട്ടത്തെ മീനും നാടൻ കപ്പിയുമാണ് സ്പെഷ്യൽ. അപ്പം ആദ്യം കയ്യിലാന്നെല്ലാം വിചാരിച്ചത്, മഴയെല്ലാം പെയ്തുന്നതുകൊണ്ട്. പിന്നെ നമ്മ കൊടയും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഞാൻ പൊരിക്കണമേ എല്ലാം എടുക്കാല്ലേ. നനവ് ഉണ്ടായതുകൊണ്ട് കിട്ടുന്നില്ലേ. കുങ്കോട്ട് എടുക്കേണ്ടി വരുവാ. അപ്പോൾ ഇതാ മാന്തി അമ്മ ഒരു കപ്പേനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊത്തിയിട്ടെടുക്കാം. വേഗം കിട്ടിയല്ലേ. നനഞ്ഞ മണ്ണല്ലേ. നനവുണ്ടായതുകൊണ്ട് വേഗം കിട്ടിയിട്ടുണ്ട് കേട്ടാ. 2 കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി വയല് ഉണ്ടത്രേ. അത് നമുക്ക് പിന്നെ ഇതേപോലെ എമർജൻസി ആവശ്യം വരുമ്പോൾ നമുക്ക് കളക്കാം. ഇപ്പോൾ ആ തൊടുത്ത മീനിൻ്റെ പോലെ 2 കപ്പയും കൂടി വേവിച്ചിട്ട് തിന്നണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. ആ മഴയെ തന്നെ എല്ലാം ലിജി. ഇവിടെ ആരും വേറെ ഒന്നും തിന്നില്ല. വേറെ ആരും തിന്നാത്തവര്. എന്നാ മൊത്തം മീൻ പറ്റിച്ച മൊത്തം എനക്കാന്നേ. ഷുവർ എല്ലാം ഞാൻ തിന്നോളാം കേട്ടാ. അമ്മേനെ കൊണ്ട് തോറ്റു. അടിപൊളി.
അപ്പം സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ടാലേ അതെ ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് പറിക്കാല്ലേ, കളച്ചെടുക്ക, മാന്തി എടുക്ക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ മറ്റേ നേന്ത്രൻ കപ്പ 1 2 3 അങ്ങ് ആടിയുണ്ട് 4 ഇനി ഇതേപോലെ ഇങ്ങനെ കൊത്തി വെച്ചതുണ്ട്. അതിന് നമുക്ക് മഴക്കാലത്ത് ഇതേപോലെ ഇങ്ങനെ എടുക്കാം. കപ്പ നമുക്ക് മുറിക്കാം. വേനൽക്കാലത്ത് ഇത് പൊളിക്കാൻ കിട്ടില്ല, പിന്നെ ടേസ്റ്റും ഉണ്ടായിട്ടാണ്. മറ്റേ തലശ്ശേരി കപ്പയാണ് സംഭവം. അപ്പോൾ നമ്മൾ ഈ ചിരണ്ടിൽ ഇങ്ങനെ ചിരണ്ട് ചൂടായിട്ട് പിന്നെ ഇങ്ങനെ കിട്ടുന്നേ ഉണ്ടായിട്ട് എന്നിട്ട് അത് കളക്കാണ്ടാണ് കഴിച്ചിരിക്കും. ഇപ്പം വേഗം കിട്ടുന്നുണ്ടല്ലോ. അതെ, ടേസ്റ്റ് നോക്കട്ടെ. കഴിക്കുന്നുണ്ടാ? കഴിക്കുന്നൊന്നുമില്ല, ഒരു കാമ്പ് വാരിയുണ്ട്. ഇപ്പോൾ പൊടിക്കെല്ലാം പോയിട്ട് കർക്കിടക മാസം ആകുമ്പോൾ നല്ല കപ്പയാവും. അപ്പം നമുക്കിത് ഇപ്പോൾ 2 ദിവസം ഇപ്പം വേഗം പോകുമെന്നാണ് തോന്നുന്നു. വേഗം ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കൊത്തിയിടുന്നു. ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. വെച്ചാൽ വെള്ളക്കപ്പയാണ് എല്ലാവർക്കും തിന്നാനിഷ്ടം. പക്ഷേ മണ്ണെന്ന് കളിച്ചെടുക്കുന്നതിനെല്ലാം ലേശം മഞ്ഞളിടണമെന്ന് എല്ലാവർക്കും അറിയാം. ലേശം മഞ്ഞളിടുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയപ്പാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 വിസിലടിച്ചിട്ട് എടുക്കാം. ഇത് വിസിലടിച്ചിട്ട് നമ്മളെ കപ്പ പിന്നെ അങ്ങനെ കളികളിങ്ങനെ ഉണ്ട്. ഇത്ര ഞാൻ പറഞ്ഞില്ലേ, ഒരു പിന്നെ കർക്കിടക മാസം ആകുമ്പോൾ ഇനി പൊടിപ്പ് വന്നിട്ട് നല്ലതാവുള്ളൂ. അതാണ് നമ്മൾ കളക്കാണ്ട് വെച്ചത്. ഇപ്പം പിന്നെ ഈ മീൻ തിന്നാൻ വേണ്ടി ഒരിക്കൽ പോയിട്ട് തോന്നിയതാണ്. നല്ല പൊടിപ്പ് എന്ന് പറഞ്ഞ കപ്പയാണ്, നല്ല ടേസ്റ്റാണ് തിന്നാൻ. ഇതിങ്ങനെ അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ പീടിയെന്ന് വാങ്ങിയതും അങ്ങനെ പൊടിപ്പില്ലാത്ത കപ്പയാണ്. ആയതുകൊണ്ട് എന്താ അറിയില്ല, കർക്കിടക മാസം ആകുമ്പോൾ നല്ല പൊടിപ്പ് കാണും. അപ്പോൾ നമ്മൾ തേങ്ങയും പിന്നെ രസം വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലിട്ട് കൊടുക്കാം. പച്ചമുളകും ഉണ്ട് കേട്ടോ. പച്ചമുളകും അപ്പോൾ ജീരകവും ചെറിയുള്ളിയും തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും അതെല്ലാം കൂടി ഒതുക്കിയതാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് സെറ്റാവട്ടെ. ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി തോടത്തെ മീൻ നേരത്തെ ആക്കിക്കൊണ്ട് നല്ല വെള്ളം പറ്റി സെറ്റായി കുറുകി വന്നിട്ടുണ്ട്. തോടത്തെ മീൻ കപ്പി അത് കളിക്കാൻ പോയിട്ട് വന്നിട്ട് അപ്പൊ നമ്മളെ ലേഖമ്മീൻ തിന്നല്ല. എങ്ങനെയുണ്ടമ്മ? നല്ല രസമുണ്ട് മീൻകറി. കപ്പ അത്ര പോലെ ലേശം വേവല് കുറഞ്ഞു. ഇങ്ങനെ കളികൾ ഇങ്ങനെ കപ്പ അങ്ങനെ ആയോണ്ടല്ലേ. എന്നാലും ഞാൻ കൂത്തി ഉടച്ചിന് മരക്കയിലുണ്ട്. അപ്പം നല്ല രസമുണ്ട്. കറി സൂപ്പർ തന്നെ. അമ്മ ഓൾറെഡി കഴിച്ചു കൂട്ടാ. കപ്പ മാത്രം ഒരു നുള്ള് അത്രയേ കഴിച്ചിട്ട്. അപ്പോൾ തോടത്തെ മീൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും നല്ല രസമുണ്ട് കറി എന്ന് പറയുന്നുണ്ട്. കപ്പ പിന്നെ മീൻ്റെ അപ്പുറം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൊന്ന് കളിച്ചിട്ട് എടുത്തുന്ന് ഇരുവായി കിടക്കേണ്ട സമയമായിട്ടുണ്ടായിട്ടാ. അതുകൊണ്ടാണ് മീൻകറി അമ്മയെല്ലാം കഴിച്ചിട്ട് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുല്ലനും ഉണ്ട് മടയമുഷും ഉണ്ട്. ഇത് മടയമുഷു വന്നു കേട്ടാ. അതിതാ കലെടുത്ത് വെച്ചിട്ട് എടുത്തിട്ട് കുറേ നാളായി മടയമുഷു കിട്ടാത്ത നമുക്കെല്ലാം ഇതാ അത് കൊടുക്കും കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇന്നലെ അച്ഛൻ രാത്രി മീനെ കൊണ്ടുവന്ന് അപ്പോൾ അതെല്ലാം മുറിച്ച് നല്ല സെറ്റാക്കി കറിയിലാക്കി. അപ്പോൾ അതിനിടയ്ക്ക് കപ്പയും കഴിച്ച് അതും കൂടി വേവിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ തോടുത്ത മീനെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം കപ്പ അത്ര പോരാ അല്ലേ, ശരിക്കും പോകാത്തോണ്ട്. അത് അങ്ങനത്തെ വേവ് കുറഞ്ഞിട്ട് കപ്പയാവണ്ടല്ലേ. അപ്പോൾ മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ആക്കി നോക്കണേ. കൊതിപ്പിക്കുന്നതല്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.